ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഞങ്ങൾ കോട്ടയംകാരാണ്. കോട്ടയംകാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും സുനിലേട്ടനെ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഈ ഓജി എന്നുള്ള ഒരു നാമകരണവും ഇങ്ങനെ സംരംഭവും കാര്യങ്ങളും ഉള്ളതെന്ന് അറിയായിരിക്കും. ഞങ്ങൾ അറിഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. അപ്പൊ അതിൽ കൂടുതൽ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ്. അങ്ങനെയാണ് ഒരു നെഗറ്റീവ് പലരും പറഞ്ഞു കേട്ടത്. ഒരു സ്ത്രീലംബടനാണെന്നുള്ള രീതിയിലൊരു അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. അയ്യോ ഞാനൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഇറ്റ്സ് ഓൺലി സ്റ്റോറി മാൻ. അതിനെന്താണ് അങ്ങനെ പറയുന്നവരോട് മുഖത്ത് നോക്കിയാൽ പറയാനുള്ളത്? അവന്റെ പെങ്ങൾ എന്റെ ഒപ്പം നിൽക്കുമ്പം എന്തായിരിക്കും പറയണത്? അത്രേ ഉള്ളതിനകത്ത് പറയാനുള്ളത്. കറക്റ്റ് മറുപടി. അതിന്റെ മുകളിലോട്ടൊരു മറുപടി ഇല്ല. മോനെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. അതേ ഉള്ളൂ. അല്ല എങ്കിൽ പോലും ഇങ്ങനെ ഈ കമന്റോടുകളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ വായിക്കുകയില്ല. അത് ബേസ് വെറുതെ ഇതിന് നമ്മുടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് എനിക്ക് വായിക്കാൻ സമയമില്ല. അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. എങ്കിലും അതിൽ വേണമെങ്കിൽ ഞാൻ 1-2 കമന്റുകൾ വേണേ വായിക്കണം. അയാള് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോലെ പോയി വായിച്ച വേണമെങ്കിൽ ഒരു റിയാക്ഷൻ. ഞാൻ പറയാലോ, റിയാക്ഷൻ കൊടുക്കാം. പിന്നെ ഒരു 2 കമന്റ് ഞാൻ വായിക്കാം. എന്തോ ഞാൻ പറഞ്ഞു. ഈ അത് എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെ പൊതുവികാരമാണെന്ന് തോന്നുന്നത്. സ്ത്രീകളുടെ കൂടെ ഒരു പുരുഷൻ നിന്ന അത് ഭാര്യയും പെങ്ങളും അല്ലാതെ വേറെ ആര് നിന്നാലും എന്തെങ്കിലും ഒന്ന് ചൊറിയുക എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഒരു ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഒരു പൊതുബോധ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ അതാണ് പറഞ്ഞേ. അതാണ് മലയാളി. ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലോ. അത് ഭയങ്കര സങ്കടം സീനാ. ഇപ്പോഴും അത് മാറിയിട്ടില്ല. കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. നമ്മള് ആരെങ്കിലും പെണ്ണുങ്ങളായിട്ടൊന്ന് ഇരുന്നാലോ, ഞാൻ അങ്ങനെ ആരെങ്കിലും പെണ്ണുങ്ങളായിട്ട് ഇരിക്കുമ്പോ ഫോട്ടോ ഇടുവോ? എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും ഇടുവോ? അതെ 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 അതെ. നമ്മള് എല്ലാരും കൂടി ഇരുന്ന് ഫോട്ടോ ഇട്ട് എന്നാ കണ്ടോ, നോ പ്രോബ്ലംസ്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. അപ്പുറവും ഇപ്പുറവും എങ്ങനെ ഒപ്പിക്കുന്ന ഈ പ്രായത്തിലൊന്നും ഒരുത്തും ചോദിച്ചിരിക്കുന്ന എന്താ പറയാനുള്ളത്? അവന്റെ പെങ്ങളുണ്ടെങ്കിലും എന്റെ സൈഡിൽ വന്നിരുന്ന ഞാന് അത്രേ ഉള്ളൂ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. അതാ പറയണേ. അവന്റെ മൈൻഡ് അങ്ങനെ പോണേ. അതെ അവന്റെ സിസ്റ്റർ ആണെങ്കിൽ അവൻ അങ്ങനെ പറയൂ. അതെ അതെ. അങ്ങനെ അപ്പൊ ആ സംശയവും തീർന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷെ എന്നാലും ഇത്രയും ലേഡീസ് ഫണ്ട്സ് എങ്ങനെ ഉണ്ടാവുന്നു? അതൊരു ചോദിച്ചില്ലോ. അത് ഞാൻ എണ്ണിട്ടില്ല. എണ്ണി നോക്കിയിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. സാർ ഇവിടെ ഉണ്ടാവില്ല. ഓ കണക്ക് ചോദിക്കാൻ എന്തുമാത്രം ആൾക്കാരാ. താങ്കളുടെ എനിക്ക് തോന്നുന്നത് എന്താ സുനിലേട്ടന്റെ ഈ വീഡിയോസിലൂടെയൊക്കെ ആർജിച്ചെടുത്ത് ഈ ഫാൻസ് പവർ ആണോ ഇത്? ഞാൻ എവിടെ ചെന്നാലും പെൺപിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിക്കാനാ. സോഷ്യൽ മീഡിയക്ക് മുമ്പ് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കല്ലേ, ആരും ഒന്നും പറയൂല. ഈ എന്താ രഞ്ജിനി അല്ലെങ്കിൽ ഈ ഇപ്പം അഞ്ജന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ റീൽസ് കാണുന്നു. അതെങ്ങനെ വന്നു വിട്ടതാ? അത് ഇതെന്ത് കോപ്പിലെ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. അതൊക്കെ വന്ന് ഇങ്ങനെ വന്ന് പോണേ. അതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ റീൽസിലേക്ക് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ വ്യക്തിബന്ധങ്ങളൊന്നും അങ്ങനെ അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. രഞ്ജിനിയുമായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ. 2 രഞ്ജിനിമാരായിട്ടും. 2 രഞ്ജിനിമാരെന്ന് പറയുമ്പോൾ രഞ്ജിനി ജോസും. രഞ്ജിനി ജോസും രണ്ടുപേരായിട്ട് നല്ല ബന്ധം. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഗുണ്ട തലവൻ എന്നൊരു പേരും കൂടി പലരും ചാർജ് തരാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ആരുമായിട്ട് ഇടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നൊരു ഇടിച്ചിട്ടില്ല. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ വിശ്വസിക്കുകയല്ല. ഒരാൾക്കിട്ട് ഒരു ഇടി കൊടുക്കേണ്ടി വന്നിട്ടില്ല. കൺഫേം. എങ്കിലും തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഒരു കശപിശ പോലും ഉണ്ടാണ്ട് വന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതൊന്നും ഒന്നുമില്ല. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റീൽ അല്ല റിയൽ എന്ന്. ആണോ? അതായത് ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റിയലാ ആണ്. അവിടെ റിയലാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അല്ല, ഞാൻ പഴയ കുറെ ഫോട്ടോസ് ഉണ്ട്. ചുള്ളനായിരുന്നല്ലേ പണ്ട് തൊട്ടേ. അതുകൊണ്ടാണല്ലോ ഫാൻസ് ഉള്ളത്. ഞാനത് ചോദിക്കരുതായിരുന്നു. ഫാൻസ് പവർ നമുക്ക് ഇന്നും കുറവില്ല. ഡബിൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിലനിൽക്കുക ഇന്നും ഫാൻസ് പവറിൽ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ആളിന്ന് ലുക്കല്ലേ, ലുക്കിന് അടിച്ചങ്ങ് കേറി വരുമല്ലോ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കും, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായി.